പ്രിയപ്പെട്ടവരെ, മസനഗുഡി വഴി ഊട്ടി ഒരുപാട് കാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ക്രിസ്മസ് വെക്കേഷനിലാണ് നമ്മൾ യാത്ര പോയത്. മാത്രമല്ല, ഒരുപാട് ഒരുക്കങ്ങളും അതുപോലെ തന്നെ പ്ലാനിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല യാത്രയിൽ. വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഉച്ചയ്ക്ക്, രാത്രി പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം. അതാണ് നമ്മളെ യാത്ര. നമ്മുടെ വീട്ടിലോട്ട് സ്വിഫ്റ്റിൻ്റെ ഡിക്കി നിറച്ച സാധനങ്ങളാണ്. പായ, ചട്ടി, പാത്രം, കൊടുക്ക, കലം, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് 2 ദിവസം നിൽക്കുമ്പോൾ ഭക്ഷണം പുറത്ത് എന്താണ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുകളാണ്. മാത്രമല്ല, നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ മുഹസിൻ സക്കാഫി നമുക്കൊരു ഗ്യാസ് സ്റ്റൗ തന്നിരുന്നു. നമ്മൾ ഈ കാറിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്റ്റൗ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ദിവസവും ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യാത്രൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പിത്തവും കാര്യങ്ങളിലായതുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ അത്യാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കുടുംബം മാത്രമേ ഉള്ളൂ. എന്തായാലും മസനഗുഡി വഴി യാത്ര വളരെ സന്തോഷകരമായ, നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ യാത്ര തന്നെയാണ്. ആസ്വദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ യാത്രയാണ്. നമ്മൾ അങ്ങനെ വളരെ സുന്ദരമായൊരു യാത്രയാണ്. ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഇവിടുന്ന് ശരിക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഈ ഊട്ടി യാത്ര. കണ്ട മാൻപേടകളൊക്കെ വളരെ സുന്ദരമായിട്ട്, അതുപോലെ തന്നെ ആനക്കൂട്ടം, ആനകൾ, കാട്ടുപോത്തുകൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള യാത്രകളിൽ അവിടെയൊക്കെ എഴുതി വെച്ച ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. അത് വെറുതെ ഒന്നും എഴുതി വെച്ചല്ല, എപ്പോഴും അവിടെ ഉണ്ടാവില്ല. ചില സമയത്ത് നമുക്ക് അപകടം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും നമ്മൾ അവഗണിക്കാൻ പാടില്ല യാത്രകളിൽ. അതൊക്കെ പാലിക്കണം. അപ്പോൾ വളരെ പ്രകൃതി രമണീയമായ സുന്ദരമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ശരിക്കും അവിടെ നമ്മൾ ഈ ഊട്ടിയിലേക്കുള്ള യാത്ര ഒരു ദിവസം അവിടെ നിന്നാൽ കൊള്ളാം എന്ന് ചിന്തിച്ചു. കാട്ടുപോത്തിനെ കണ്ട, എന്തൊരു നിപ്പ സൈസ്! അത് കൂട്ടമായിട്ട് തന്നെ ഉണ്ട്. അവരിങ്ങനെ നല്ല സന്തോഷത്തോടെയും മേയി. അതിന് നമ്മളൊരിക്കലും അതിനൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മസനഗുഡിയിൽ നിന്ന് തന്നെ ഒരു ജീപ്പ് യാത്രയുണ്ട്. ഈ ജീപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ നമ്മളൊരു കബളിപ്പിക്കലാണ്. കാരണം നമ്മളവിടെ നിർത്തുന്ന സമയത്ത് തന്നെ നമ്മളോട് വന്നിട്ട് പറയും 1200 റുപ്യ, 1800, 1300, ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കും എന്നൊക്കെ പറയും. പക്ഷേ വലിയ തട്ടിപ്പാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ഈ അങ്ങ് മലമുകളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലമുണ്ട് കാണാൻ പറ്റും, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കണ്ടാടാ. ഈ മനോഹരമായ ഈ സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ മുളക്കാടി കൊണ്ടുപോകും, മൃഗങ്ങളെ കാണിച്ചു തരാമെന്നെല്ലാം പറയും. ഒരു മൃഗവും ഇല്ല, ഒരു ഓന്തിനെ പോലും അവർക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിൽ പെടാൻ പാടില്ല. അങ്ങനെ അതിൻ്റെ ഒരു യാത്രൻ്റെ ആവശ്യമില്ല. ശരിക്ക് നമ്മൾ പെട്ടുപോയി, നമ്മൾ പറ്റിക്കരുത്. മാത്രമല്ല, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ കുറച്ച് പൊറോട്ട വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ പൊറോട്ട ആ ജീപ്പ് ഡ്രൈവറിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. വലിയ പൈസയാണ് ആ പൊറോട്ടയ്ക്ക് വാങ്ങിയത്. പിന്നെ ഊട്ടിയിൽ നമുക്ക് അടിപൊളി റൂമാണ് കിട്ടീന് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചക്കരക്കല്ലുള്ള നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു കെയർ ഓഫിലാണ്, റൊസാന എന്ന് പറഞ്ഞ ആ ലോഡ്ജാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് തന്നെ മറ്റൊരു റൂമിലേക്ക് പാസ് ചെയ്യാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളും ഫാമിലിയായിട്ട് പോകുമ്പോൾ 2 റൂമായി. എന്നാൽ പിന്നെ ഒരു റൂമിൽ തന്നെ 2 ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്, AC ഉണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്. വളരെ വളരെ സുന്ദരമായതാണ്. മാത്രമല്ല, ഇതിൻ്റെ പിന്നിലൊക്കെ റൂമുണ്ട്. ആ റൂമൊക്കെ തന്നെ വളരെ പ്രകൃതി മനോഹരമായത് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേട്ടോ. അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ റൂമാണ് സെലക്ട് ചെയ്തത്. കണ്ട എന്തൊരു മഞ്ചാന്ന് നോക്കിയാട്ടെ. അപ്പം അങ്ങനെ ഒരു അടിപൊളി വൈബാണ് ഈ പ്രാവശ്യത്തെ നമ്മളെ ഊട്ടി യാത്ര. ഊട്ടിയിൽ നമ്മൾ ഇതിനു മുമ്പും ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഇത് വൈബ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആ റൂമിൽ നിന്ന് തന്നെ മുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവർ വിറകൊക്കെ കത്തിച്ച് തന്ന് വളരെ വളരെ ഒരു നല്ലൊരു സന്തോഷമാണ്. ഇതൊക്കെ അവർ ചെയ്താണ്. നമ്മൾ കൊണ്ടുപോയത് മത്തിയാണ് കേട്ടോ. ആ ഒരു പുച്ചിക്കൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട മത്തിയാണ്. അപ്പോൾ മത്തി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേക്കിനെ ഫ്രീസ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭക്ഷണം നല്ല ഒരു കിച്ചണാണ്. അവിടെ സ്റ്റാഫുകളുടെ നമ്മൾ പോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ലൊക്കേഷനിലാണ്. ആ ഊട്ടിയിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ റൂം. നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ റൂമുകളുണ്ട്. അപ്പോൾ അവരൊരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കി അവിടെ നിന്ന് നല്ല വെള്ളമൊക്കെ തന്നെയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് നമ്മൾ യാത്ര സമയത്ത് സ്ത്രീകൾ 24 hours വീട്ടിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ള പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനിയും യാത്രയിലും ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. വാങ്ങിക്കുക എന്നുള്ളിലേക്ക് എത്തും. പക്ഷേ വാങ്ങിക്കുന്നത് ശരീരം
സമ്പത്തും സമയവും എല്ലാം കളയുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യമുള്ളൊരു ടീമാങ്ങടല അടിച്ച് പൊളിക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പായ എടുത്തു, പ്ലാസ്റ്റിക്കിൻ്റെ പായ. ഈ പായലാണ് നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. തമിഴ്നാടായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുക, വൃത്തിയില്ലാത്ത സ്ഥലം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെ മൂത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ബാക്കിയുള്ളതൊക്കെ നീറ്റാണ്. ആ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ് അറബികൾ കഴിക്കുന്ന പോലത്തെ വലിയൊരു തളികയാണ് കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിക്കാം. അതൊരു ബർക്കത്താണ്, നമ്മുടെ വിശ്വാസപ്രകാരം വലിയൊരു ബർക്കത്താണ്. മാത്രമല്ല, ഒന്നിച്ച് കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കേണ്ടി വരും. അതൊക്കെ ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് അന്നേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ബർക്കത്ത്. ചിമ്പാൻസി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് നിങ്ങൾ. കുറച്ച് ചിമ്പാൻസികളെ ഉള്ളൂ കേട്ടോ ഇവിടെ ആകെ കൂടെ. നമ്മൾ കണ്ടതാണ്, ഇനി പുറത്തു പോകുന്നത് അത്രയേ ഉള്ളൂ. എല്ലാവരും വണ്ടി നിർത്തി ശരിക്കും ആസ്വദിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പറയുമ്പോൾ, ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ വലിയ താല്പര്യമാണ്. നമ്മളെ ക്യാമറ സ്റ്റാൻഡിലാണ് നമ്മൾ ഫോൺ വെച്ച് അതിൻ്റെ ഫ്ലാഷ് വെച്ചിട്ടാണ് നമുക്ക് ലൈറ്റ് രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്. നമ്മൾ കാട പൊരിച്ചത്, അതുപോലെ തന്നെ കറികൾ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റിൽ. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഹവ്വ മസാലപ്പൊടികൾ, നമ്മൾ CKC ഹസൻ മുസ്ലിയാരുടെ അവരെ കമ്പനിയിൽ നിന്ന് കുറച്ച് ഈ ഗരം മസാലയും അതുപോലെ തന്നെ മസാലപ്പൊടി യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കണക്ക് കൂട്ടി മടുക്കും. ഒരുപാട് എക്സ്പെൻസ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസ് നമ്മളെ യാത്രയിൽ വരാറില്ല എന്നുള്ളതാണ് സത്യം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോകുന്ന ആളുകൾ നമ്മളെ ആ ഒരു തീരുമാനമായിട്ട് പൊരുത്തപ്പെടും. അനാവശ്യമായിട്ടുള്ള ഈ പർച്ചേസുകൾ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, ഇതിനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുണ്ടാകും. അതൊക്കെ നമ്മൾ എന്താണ് അവിടെ ചിലതൊന്നും ഉണ്ടാവില്ല, വലിയൊരു പൈസ കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെയുള്ള പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ്, കാണേണ്ടത് മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കില്ല, ചോക്ലേറ്റല്ലോ വാങ്ങിക്കൊടുക്കുന്നത്, അതൊക്കെ അപകടകാരികളാണ്. പിന്നെ വെറുതെ എന്തിനാ പൈസ കളയുന്നത്? അപ്പം അതുകൊണ്ട്